നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അപ്പൊ ഇന്ന് വിശേഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പൊ നാളെ ഉണ്ട്. അപ്പൊ നാളെ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ വേണു സച്ചിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ സച്ചിയും വേണുവും തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് വേണു പറഞ്ഞു, ആ അനന്തപുരിയിലുള്ളവർക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയത് അബി. ഒടുവില് അബി തന്നെ അകത്തായെന്ന് പറയാണ്. സച്ചി പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ നന്ദു എന്ന് പറയുന്നവളാ അവനെ അകത്താക്കിയിരിക്കുന്നേ. ഒടുവില് ജാമ്യമില്ല വകുപ്പ് ചുമത്തിയല്ലേ അകത്താക്കിയിരിക്കുന്നേ. ജാമ്യം പോലും കിട്ടിയില്ലോ എന്ന് പറയണ. അതെ, അവള് ചില്ലറക്കാരി ഒന്നും അല്ലെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അവൾക്കൊട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമായിരുന്നു, അത് പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാരമില്ല, നമുക്ക് നോക്കാന്നൊക്കെ പറയണ. അബി പുറത്തിറങ്ങുവാണെങ്കിൽ അബിയെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പോ അബിക്ക് ശത്രുത കൂടും. കാരണം അവർക്കറിയാം അബിയെ ജയിലിലാക്കിയതിന്റെ വൈരാഗ്യം അവന് കാണുമെന്ന്. ആ സമയത്ത് വേണു പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം തല്ലി തകർത്ത് അവിടെയുള്ള അനി. അത് മാത്രമാണോ? ഇപ്പൊ സച്ചിക്കിട്ടും പണി കിട്ടിയില്ലേ ആ നന്ദു എന്ന് പറയുന്നോള് കാരണം. എല്ലാത്തിനും കാരണം ആ നന്ദു എന്ന് പറയുന്നോളാ. എൻ്റെ മോളുടെ ജീവിതം തകർത്ത അവളാ, അതുപോലെ തന്നെ സച്ചിയുടെ ജീവിതം തകർത്ത അവളല്ലേ. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അധികം വൈകാതെ മിക്കവാറും കണ്ടോ സസ്പെൻഷനൊക്കെ എൻ്റെ പിൻവലിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾക്കിട്ട് പണി കൊടുക്കും വേണു. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അബി ഇറങ്ങുവാണെങ്കിൽ അവൻ നമ്മളോടൊപ്പം നിൽക്കും. അവൻ നമ്മളോട് ഉള്ള ഒരു ബലം തന്നെയാ. അതെ, അതിന് വേണ്ടുന്ന പണിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി അധികം വൈകാതെ അവൻ പുറത്തിറങ്ങൂലോ. അവന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ നിന്നാ മതി. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ കണക്ക് അവരുടെ രണ്ടുപേരുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, അനന്തപുരിയെ തകർക്കുക. രണ്ടുപേരുടെ പൊതുശത്രു എന്ന് പറയുന്നത് നന്ദുവാണ്. നന്ദു കാരണമാണ് അനാമികയുടെ ജീവിതം തറന്നേ. അതുപോലെ നന്ദു കാരണമാണ് തന്റെ ജോലി പോയത്, തനിക്ക് ഈ ഗതി ഉണ്ടായത് എന്നൊക്കെ ഒരു ചിന്തയൊക്കെയായിരുന്നു വേണുവിന്റെ മനസ്സിൽ. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ചില പ്ലാനുകളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. ഹബി പുറത്ത് വന്നു കഴിയുമ്പോൾ അവനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട്. ആ സമയം ജലജ ഭയങ്കര സന്തോഷത്തിലാ. കാരണം ആ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ വയറ്റിലുള്ള കുഞ്ഞു പോവും. ഇവിടെ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാ. ആ സന്തോഷം അങ്ങോട്ട് കെട്ടടങ്ങ് കണ്ടു. ഈ ജലജ ആരെന്ന് അറിയാൻ പോകുന്നുള്ളൂ. ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടി മതി ഇവിടെ ഒരു വീട്ടിലൊരു കൂട്ട കരച്ചിൽ ഉയരാനായിട്ട്. താനാണ് കൊടുത്തതെന്ന് ആരും സംശയിക്കില്ല. കാരണം താൻ അവൾക്കൊന്നും കൊണ്ടേ കൊടുക്കുന്നില്ലോ, എല്ലാ ഏട്ടത്തിയല്ലേ കൊടുക്കണേ. ആ ഒരു സമാധാനത്തിലായിരുന്നു ജലജ ഉണ്ടായിരുന്നേ. ഇതേ സമയത്ത് കനകയും ഗോവിന്ദനും കൂടെ സംസാരിക്കുകയാണ്. കനക ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിന്റെ കല്യാണം നമുക്ക് നടത്തണമെന്ന് പറയാം. നീ എന്താ കനക ഇങ്ങനെ പറയണേ? അതെ, ഇടപെടിന്ന് നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്കേ. കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ആലോചന വന്ന് അതെല്ലാം ഒന്ന് സെറ്റായി വരണ്ടേ. രണ്ട് വീട്ടുകാർക്കും ഇഷ്ടപ്പെടണം, നന്ദുവിന് ഇഷ്ടപ്പെടണം. ദേ ഗോവിന്ദേട്ടാ, ഇനിയിപ്പം നന്ദുവിന്റെ ഇഷ്ടം അധികം ഒന്നും നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കെന്തോ ഞാനൊരു കാര്യം ചെയ്യാം, ആ ജോലിസിന് ഒന്നുകൂടെ പോയി കാണാം. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് നവ്യമോളുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. നവ്യ ഇപ്പം ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് കാണുന്ന നന്ദുവിനെ നയനയൊക്കെയാണ്. അപ്പം അതൊരു എനിക്ക് വിഷമമുള്ള കാര്യമാണ്. നന്ദുവിന്റെ കല്യാണം കഴിയുവാണെങ്കിൽ ഒരു പകുതി സമാധാനമായനും. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ മുന്നോട്ട് പോന്നെ. അവളിപ്പോൾ കല്യാണം വേണ്ടെന്നൊക്കെ പറയും, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മോളുടെ കാര്യം നോക്കേണ്ടത് നമ്മളാണ്. അവളുടെ ഇഷ്ടത്തിന് നമ്മൾ നിന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തകർന്നു പോകും. ആ അനിക്ക് അവളെ വിവാഹം കഴിക്കാനായിരിക്കും താല്പര്യം, പക്ഷെ അത് ഈ ജന്മത്തുണ്ടാകാൻ പോകുന്നില്ല ഗോവിന്ദേട്ട. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൾക്ക് വേണ്ടി നമ്മൾ നല്ലൊരു ആലോചന കണ്ടെത്തണം. ഇനിയിപ്പോൾ ഏത് നല്ലൊരു ആലോചന വന്നാലും അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അല്ലാതെ ഇങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ലെന്ന് പറയണ. ഒരു കല്യാണം മുടങ്ങിയെന്ന് ഓർത്തുകൊണ്ട് ഇനിയിപ്പം എല്ലാ കല്യാണം മുടങ്ങണമെന്നൊന്നും ഇല്ലല്ലോ. പിന്നെ സച്ചി അത്ര ഒരുത്തനായിരുന്നു. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, അതിന് നന്ദു സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതിന് ഇനിയിപ്പം നമ്മൾ നന്ദുവിന്റെ സമ്മതം ഒന്നും ചോദിക്കേണ്ടെന്ന് പറയണ. ആ സമയത്ത് നന്ദു സ്റ്റേഷനിലായിരുന്നു. അപ്പോഴേക്കും നന്ദുവിന് കോള് വരുവാണ്, അനിയുടെ കോള് വരുവാണ്. അങ്ങനെ നന്ദു വിളിച്ചു. നന്ദു തിരക്കിലാണെന്ന് ചോദിക്കുക. തിരക്കിലോ? അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്താ? അല്ല വിളിച്ചില്ലോ അതുകൊണ്ട് വിളിച്ചാന്ന് പറയണോ? ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ സമയത്ത് അനി പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ടെന്ന് പറയണ. അപ്പോഴേക്കും നന്ദി ചോദിച്ചു, അല്ല അപ്പം നീ തിരക്കിലല്ലേ, നിനക്ക് ജോലിയില്ലേന്ന് ചോദിക്കുക. ജോലിയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ ജോലിയുണ്ട്, പക്ഷെ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ എനിക്കൊന്ന് നിന്നെ കാണണം എന്ന് പറയണ. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, ആയിക്കോട്ടെ. അപ്പോഴേക്കും അനി പറഞ്ഞു, ഇപ്പോഴേ എനിക്ക് ചെറിയൊരു സമാധാനമായെന്ന് പറയാ. എന്ത്? അല്ല ജ്വല്ലറി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് മാത്രമല്ല ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമില്ലോ. എന്ത് പേടിക്കേണ്ടാന്ന്? അല്ല ഇപ്പം നിനക്ക് കല്യാണമൊന്നും ആലോചിക്കുന്നില്ലല്ലോ. തൽക്കാലത്തേക്ക് എന്താണ് ആലോചിക്കുന്നില്ല. വീട്ടുകാർക്ക് ആ സച്ചിയുടെ കാര്യം കൊണ്ട് മതിയായെന്നാ തോന്നേ. കുറച്ച് നാളത്തേക്ക് ഇനിയിപ്പം എന്നെ ശല്യം ചെയ്യാൻ വരത്തില്ല പുറകെ. ഓ സമാധാനം.
ഇനിയിപ്പോൾ ആ കല്യാണം മുടങ്ങിയതുകൊണ്ട് നിന്റെ വീട്ടുകാർക്ക് ഒരു അടക്കമായി കാണുമായിരിക്കും. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അങ്ങനെയും കൂടെ ഉറപ്പ് പറയാൻ പറ്റില്ല. അമ്മയല്ലേ ആള്, മിക്കവാറും അമ്മ ഇനി അടുത്തൊരു ആലോചനയായിട്ട് വരും. അങ്ങനെ എന്തേലും ആലോചന വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഞാൻ കാണിച്ചു കൊടുക്കൂന്ന് പറയണ. എന്ത്? അതെ, ഇനി എന്തായാലും ഞാൻ പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. അനാമികയുടെ കാര്യത്തിന് ഏകദേശം തീരുമാനമാവും. അധികം വൈകാതെ തന്നെ അവളും ഞാനും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കും. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അങ്ങനെ ഡിവോഴ്സ് നടന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലോ അനി. കാരണം നീ ഞാനും കൂടെ ഒന്നാവണമെങ്കിൽ അതിന് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടുകാർ സമ്മതിക്കണം, പിന്നെ നിന്റെ അമ്മ സമ്മതിക്കണം. അതൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും സാരമില്ലടി, നിനക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വേണം കാത്തിരുന്നോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നന്ദു പറഞ്ഞു, അല്ല അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിക്കുന്നതാണ് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കാത്തിരിക്കും. അപ്പൊ എനിക്ക് വേണ്ടി വേറെ വിവാഹം ആലോചിച്ചാലോ? പിന്നെ വേറെ വിവാഹം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയിട്ട് വേണ്ടേ? ഇനിയിപ്പോൾ എന്താണെങ്കിലും നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം നന്ദുവിനൊരു ചെറിയ സന്തോഷമൊക്കെ ആയി. അല്ലെങ്കിലും അച്ഛനും അമ്മയാണെങ്കിൽ ഇപ്പം കടുംപെടുത്തത്തില്ല, തന്നെ ഒരു കാരണവശാലും അനിയായിട്ട് ഒന്നിപ്പിക്കില്ലെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പം നവ്യേച്ചിയും കൂടെ ആ കൂടെ കൂടിയിട്ടുണ്ട്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. നവ്യേച്ചിക്കാണെങ്കിൽ തന്നോട് ഏറ്റവും കൂടുതൽ ശത്രുതയാ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നന്ദുവിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. സ്വന്തം ചേച്ചിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയൊക്കെ കിട്ടിയാലും പഠിക്കില്ല. അല്ലെങ്കിൽ അബിയുടെ കള്ളത്തരമൊക്കെ പണ്ടേ തിരിച്ചറിയേണ്ടതായിരുന്നു. അബി എന്താ ഏതാന്നൊക്കെ. ശരിക്കും പറഞ്ഞാല് നബിയെ നമ്മളുടെ കല്യാണം നടക്കാൻ തന്നെ കാരണക്കാരി നയനയൊക്കെയാണ്. എന്നിട്ട് അതുപോലും മനസ്സിൽ വിചാരിക്കാതെയാണ് നയനേച്ചിനെയൊക്കെ ആണെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നന്ദുവിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് മുത്തശ്ശൻ്റെ അടുത്ത് എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ജലജിക്കാണെങ്കിൽ ഇവിടെ വല്ലാത്തൊരു ദേഷ്യം എല്ലാവരോടും. കാരണം അബിയെ നമ്മളാരും പുറത്തിറക്കാൻ വേണ്ടി ചെന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറക്കാനാ അവന് കിട്ടാവുന്നതിന് മാക്സിമം ശിക്ഷ കിട്ടണമെന്നാ ഞാൻ പറയുന്ന വസ്തുതരെ. കാരണം അവൻ അതുപോലെ തെറ്റൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് അവൻ നന്നാവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാ? അവനവിടെ കിടക്കട്ടെ, കുറച്ച് നാൾ അവനവിടെ കിടന്നാൽ എന്നാലേ പഠിക്കുള്ളൂ പറയണം. മുത്തശ്ശി പറഞ്ഞു, അതുകൊണ്ടൊന്നും അവൻ പഠിക്കുമെന്ന് തോന്നില്ല. അവന്റെ സ്വഭാവം അറിയാലോ, പുറത്തിറങ്ങുമ്പോൾ അവൻ പൂർവാധിക ശക്തിയോടെ ആയിരിക്കും ഇനി കള്ളത്തരങ്ങൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ദേ ഈ മൂർത്തി ആരെന്ന് അവൻ അറിയാൻ പോകുന്നുള്ളൂ. അവൻ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ എന്നെ അടിച്ചു പുറത്താക്കുമെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. പക്ഷെ അപ്പൊ നബിയുടെയും കുഞ്ഞിന്റെ കാര്യമോ? നബി അല്ലേ തന്നെ ഇപ്പൊ എല്ലാവരും ശത്രുക്കളായിട്ടാ കാണുന്നത്. ഒരു പക്ഷെ അവൻ ഇനിയിപ്പോ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഈ വീട്ടിൽ ഭൂകമ്പം തന്നെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, നമുക്ക് നോക്കാം. ഇനി കൂടുതൽ അങ്ങോട്ട് അബി ആള് കളിച്ചോണ്ട് വരുവാണെങ്കിൽ ഉള്ള സത്യാവസ്ഥ അങ്ങോട്ട് പറയണം. അല്ലെ എത്ര കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദർശ് ഈ കുറ്റവും ചുമന്നോട് നടക്കണ്ടേ? അതിന്റെ കാര്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചു. ഇതേസമയം നബിയെ നല്ല ടെൻഷനിലാണ്. നബിക്കാണെങ്കിൽ അബിയെ പുറത്തിറക്കാത്തതിന്റെ ഒരു വിഷമമുണ്ട്. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു. ജലജ വന്നിട്ട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങി വരില്ലേ? സാരമില്ല, ആ സമയത്ത് നമുക്ക് പണി കൊടുക്കാം. മോളെ എന്നെയൊക്കെ കരയിപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ടല്ലോ വീട്ടില്. അതുപോലെ നിന്റെ അനുജത്തി നന്ദു, അവൾക്കിട്ട് നമുക്ക് പണി കൊടുക്കാന്ന് പറയണം. അത് കേട്ടപ്പോൾ നബി പറഞ്ഞു, എന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മ, എൻ്റെ അബിക്ക് വേണ്ടിയിട്ട്. ഭയങ്കര സങ്കടം അങ്ങോട്ട്. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര വിഷമാന്ന് പറയണം. സാരമില്ല, നമ്മളെ കരയിപ്പിച്ചവർ അതേ നാണയത്തിൽ തന്നെ നമ്മൾ തിരിച്ചടിക്കണം. അവരെ അതിനേക്കാളും കൂടുതൽ നമ്മൾ കരയിപ്പിക്കണം. ആ കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. ജലജയുടെ മനസ്സിൽ ആ ജ്യൂസിനകത്ത് കലർത്തിയ ആ പൊടിയായിരുന്നു. അതുകൊണ്ടാണ് ജലജ ഇത്ര കാര്യമായിട്ട് പറയണേ. പിന്നെ നിനക്കറിയാലോ ഈ കുടുംബത്തിലെ ഓരോരുത്തരുടെ സ്വഭാവം എന്താ ഇങ്ങനെയാന്നൊക്കെ. നമ്മളെ വെറും കറിവേപ്പില പോലെയാ കാണുന്നത്. അതാ നമുക്കൊരു വിലയില്ലാത്ത. അബി ചെറിയ തെറ്റ് ചെയ്താൽ പോലും പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. അവന് കടുത്ത ശിക്ഷ കൊടുക്കുമായിരുന്നു. ആദർശം അനിയൊക്കെ എത്ര വലിയ തെറ്റ് ചെയ്താലും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോഴും അത് അങ്ങനെ തന്നെയല്ലേ? മോൾക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും നബി പറഞ്ഞു, എനിക്കറിയാമേ, പക്ഷെ അമ്മ നേരത്തെ പറഞ്ഞപ്പം ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല എന്ന് പറയണം. ആ സമയത്ത് ആദർശും ജയനും അജയനും കൂടെ സംസാരിക്കുകയാണ്. ജയൻ പറഞ്ഞു, എന്നാലും അവൻ ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ. ആ പാവം പിടിച്ച പെങ്കൊച്ചിന്, മിണ്ടാപ്രാണിയായി കിടക്കുന്ന പെങ്കൊച്ചിന്റെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കാന്ന് പറഞ്ഞാല് അതത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ. കാരണം ഒരിക്കലും അവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ജയൻ പറഞ്ഞു, അവൻ അതല്ല അതിലപ്പുറവും ചെയ്യും. അവന്റെ സ്വഭാവം അറിയാവുന്നല്ലേ ഏട്ടന്. ആദർശ് പറഞ്ഞു, അതിനേക്കാൾ ഉപരി കണ്ടില്ലേ വേറെ പല പ്രശ്നങ്ങളും അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ പാമ്പിനെ കൊണ്ടുവന്ന് ഇവിടെ വിട്ടത് പോലും അവനാണോ എന്ന് നന്ദുവിന് നല്ല സംശയമുണ്ട്. അപ്പൊ നന്ദു അതിനെക്കുറിച്ചൊന്നും വിസ്തീരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. കാരണം അബിയെ നന്ദു അങ്ങനെ പൂട്ടണമെങ്കിൽ അതിന് ശക്തമായ തെളിവുകളൊക്കെ കിട്ടിയാൽ അവള് പൂട്ടുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും അവൾ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയണം. അജയൻ പറഞ്ഞു, അല്ലെങ്കിലും നന്ദു മിടുക്കിയ ആള്.
ആ സമയം ആദർശോട് നന്ദുവും അനിയും കൂടെ ഒന്നിക്കുന്നതോടായിരുന്നു താല്പര്യം. പക്ഷെ ഇളയമ്മയാണെങ്കിലും അതുപോലെ തന്നെ നന്ദുവിന്റെ വീട്ടുകാരാണെങ്കിലും അച്ഛനും അമ്മയാണ് സമ്മതിക്കുന്നില്ലോ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ വിവാഹം നടത്താറുന്നല്ലേ ഇളയച്ചാന്ന് പറയണം. ജയൻ പറഞ്ഞു എനിക്കും താല്പര്യമുള്ള ഉണ്ടായിരുന്നു, അവളും അനിയും തമ്മിൽ നല്ല ജോഡിയാ, രണ്ടുപേരും ചേരുകയും ചെയ്യുന്നൊക്കെ പറയണം. അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ജലജ വന്നിട്ട് പറഞ്ഞു എല്ലാവർക്കും ഇപ്പം ഭയങ്കര സന്തോഷമായിരിക്കും എൻ്റെ അഭി ജയിലിൽ പോയതുകൊണ്ട്. അധികം സന്തോഷിക്കൊന്നും വേണ്ട നിങ്ങള്. അവൻ അധികം വൈകാതെ തന്നെ പുറത്തിറങ്ങും, അല്ലെങ്കിലും അവനകത്ത് കിടന്നാൽ നിങ്ങൾക്ക് എന്താ അല്ലേ, എൻ്റെ മോനല്ലേ, ഞാനും അവനും വലിഞ്ഞു കയറി വന്നല്ലേ എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ വിടുവാണ്. അപ്പോഴേക്കും ജയൻ പറഞ്ഞു ഇതേ ജലജ, നീ ഇങ്ങനത്തെ വർത്താനമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കല്ലേ, പറയാലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെയൊക്കെ ജീവിതം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരവാദി നീയൊക്കെ തന്നെയാ. എടി, ഈ കുടുംബത്തിലേക്ക് വന്നു കേട്ടിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് മര്യാദ അനുസരിച്ച് ജീവിക്കാൻ നോക്കണം. പക്ഷെ നീയും നിന്റെ മകനും ചെയ്യുന്ന എന്താ? ഈ വീട്ടിൽ വന്നു കയറിയതിന് ശേഷം ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും ഏഷനെയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കി കുടുംബത്തെ തകടം മറിക്കാനാണെങ്കിൽ രണ്ടുപേരും കഴിഞ്ഞിട്ട് ഉള്ളൂ. നിന്റെ മകനല്ലേ അവനെന്ന് ഇത്രയൊക്കെ പ്രതീക്ഷ മതി, നിന്റെ സ്വഭാവമല്ലേ അവനും കിട്ടത്തുള്ളൂ. അപ്പോഴേക്കും ജലജ പറഞ്ഞു എന്ത് പറഞ്ഞാലും അതെ എൻ്റെ മോനെ കുറ്റപ്പെടുത്താനായിട്ട്, അതിനേക്കാളും വലിയ കുറ്റം ചെയ്തിട്ട് ഒരു നാണവും ഇല്ലാതെ ഇവിടെ ഒരുത്തം നിൽക്കുന്നുണ്ട്. അപ്പൊ അവനെ കുറ്റപ്പെടുത്താൻ ഇവിടെ ഒന്നും ആളില്ല. ഓ, അവന് പിന്നെ മൂർത്തി ജ്വല്ലറിയുടെ MD ആണല്ലോ, അതുകൊണ്ടായിരിക്കും അവനൊരു പ്രശ്നമില്ലാത്ത. അപ്പോഴേക്കും അജയൻ പറഞ്ഞു ദേ, വെറുതെ അനാവശ്യം പറയരുത് ജലജ, ഞങ്ങൾ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. പിന്നെ നിന്റെ മോൻ കുറ്റം ചെയ്തുകൊണ്ടാ ജയിലിൽ പോയി കിടക്കുന്നേ. അവൻ കുറ്റം ചെയ്ത് അവനെ വെറുതെ ആരും പിടിച്ച് അകത്തിടുവോ? അതൊന്നുമല്ല, നാൻ നന്ദും മനഃപൂർവ്വം ചെയ്ത അവൾക്ക് വൈരാഗ്യം ഉണ്ട് അവനോട്, ആ വൈരാഗ്യം തീർത്താന്നൊക്കെ പറയാണ്. അല്ലെങ്കിൽ ജലജയോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പക്ഷെ ജലജയ്ക്ക് സന്തോഷമുണ്ട്, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേന് ഇവരൊക്കെ ഇവിടെ നിന്ന് കരയുന്ന കാണും, ഇവിടെ ആക്കി അഹങ്കാരം തീരുമെന്ന്. ആ സമയത്ത് ദേവേനി ജ്യൂസൊക്കെ ആയിട്ട് നയനയുടെ അടുത്തേക്ക് വന്നു. പിന്നീട് നയനയ്ക്ക് ജ്യൂസ് കൊടുത്തിട്ട് പറഞ്ഞു മോളെ ഇത് കുടിക്കാനൊക്കെ പറയാണ്. നയന പറഞ്ഞു അമ്മ അതവിടെ വെച്ചേരെ, ഞാൻ ഇത്തിരി കഴിയുമ്പോൾ കുടിച്ചോളാം, ദേ മറക്കാതെ കുടിക്കണം കേട്ടോ, കുഞ്ഞിന്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അതോടെ വെച്ചിട്ട് പോവാണ്. ആ സമയം ജലജ നോക്കുന്നുണ്ട്, കൊള്ളാം സൂപ്പറായിട്ടുണ്ട്, ഇവളീ ജ്യൂസ് കുടിക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നയനം ജ്യൂസ് കുടിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, കാരണം മിക്കവാറും അത് ജലജക്കിട്ടോ നബിക്കിട്ടോ കിട്ടാനാണ് വഴി. ചക്കിന് വെച്ചത് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞ പോലെ എപ്പോഴും അങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുന്നത്. കാരണം ജലജ എന്ത് പണി വെച്ചാലും അത് ജലജക്കിട്ട് തന്നെ തിരിച്ചു കൊള്ളുക തന്നെ ചെയ്യും. അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇനി നാളെ കാണാൻ പോകുന്നത്. നാളെ എന്തായാലും വിശേഷം ഉണ്ട് കേട്ടോ, നാളെ രാവിലെ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് വരാം കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.